ക്രഷ് രചന നീലാംബരി. അവതരണം ഷാവുൽ മലയിൽ. എഡിറ്റിംഗ് ഫൈസൽ സി എന്നൂഞ്ഞേരി. ഡയറക്ടർ ട്രിവാൻഡ്രം പോകുന്ന ബസ്സായതുകൊണ്ടും രാത്രി ആയിരുന്നുകൊണ്ടും മിക്ക ആൾക്കാരും നല്ല ഉറക്കത്തിലായിരുന്നു. പക്ഷേ ബസ് പെട്ടെന്ന് ചവിട്ടി നിർത്തിയതിന്റെ ആഘാതത്തിൽ എല്ലാവരും മുന്നോട്ട് ആഞ്ഞുപോയി. ഒപ്പം എന്താണ് സംഭവിച്ചിട്ടുണ്ടാവുക എന്നറിയാതെ എല്ലാവരും ഭയത്തോടെ നിലവിളിക്കുകയും ചെയ്തു. പുരുഷന്മാരിൽ ചിലർ എഴുന്നേറ്റ് ഡ്രൈവർക്കടുത്തേക്ക് നടന്നു. മുന്നിൽ നിന്ന് ചിലർ എന്തോ കണ്ട പോലെ തല പുറത്തേക്കിട്ട് നോക്കുന്നുമുണ്ട്. സിറ്റിയിൽ നിന്ന് അല്പം വിട്ടുമാറിയുള്ള പ്രദേശമാണ്. സമയം 11 മണിയോട് അടുത്തിരുന്നു. അധികം വാഹനങ്ങളും തന്നെ അതുവഴി പോകുന്നുണ്ടായിരുന്നില്ല. എല്ലാവർക്കൊപ്പവും ഏകയും തല പുറത്തേക്കിട്ട് മുന്നോട്ട് നോക്കി. മുന്നിൽ കണ്ട കാഴ്ചയിൽ എല്ലാവരെയും പോലെ അവളൊന്ന് ഞെട്ടി. കൊടുവാളും കത്തിയുമൊക്കെയായി ഗുണ്ടകളെന്ന് തോന്നും വിധത്തിൽ കുറെ പുരുഷന്മാർ ഒരു കറുത്ത കാറിന് വളഞ്ഞിരിക്കുകയാണ്. ബസ്സിലുള്ള സ്ത്രീകൾ ആ കാഴ്ചയിൽ അല്പം ഭയത്തോടെ തല അകത്തേക്ക് വലിച്ച് സീറ്റിൽ പതുങ്ങി. വണ്ടിയെടുക്ക്, അതെ വേഗം വണ്ടിയെടുക്ക്. ഭയത്തോടെ ആൾക്കാർ ഡ്രൈവറോട് ആക്രോശിക്കുന്നുണ്ട്. ബസ്സിന് പുറകിൽ നിർത്തിയ ചില വാഹനങ്ങൾ ഒച്ചത്തിൽ ഹോണടിക്കുന്നുണ്ട്. അപകടം മുൻകൂട്ടി മനസ്സിലാക്കിയ ചിലർ വണ്ടി വളച്ച് തിരികെ പോകുന്നുണ്ട്. കാറിൽ നിന്നൊരു മധ്യവയസ്കനെ 2 ഗുണ്ടകൾ ചേർന്ന് പിടിച്ചെറുക്കുന്ന കാണെ ബസ്സിനുള്ളിലുള്ളവർ കൂടുതൽ പരിഭ്രാന്തരായി. അതേ കാറിലെ ഡ്രൈവർ ഡോർ തുറന്ന് ദൂരേക്ക് ഓടി മറഞ്ഞു. ഒരുവൻ അട്ടഹസിച്ചുകൊണ്ട് അയാൾക്കടുത്തേക്ക് വാളും വീശി നടന്നെടുത്തും വലതുകാൽ ഉയർത്തി അയാൾ ആ ഗുണ്ടയുടെ വയറിൽ ആഞ്ഞി ചവിട്ടി. ആ ഒറ്റ ചവിട്ടിന്റെ ആഘാതത്തിൽ വാളുമായി ഗുണ്ട ദൂരേക്ക് തെറിച്ചു വീണു. തന്റെ നേർക്ക് വരുന്ന ആയുധധാരികളായ ഓരോ ഗുണ്ടയെയും അയാൾ സധൈര്യം നേരിട്ടുകൊണ്ടിരിക്കെ പിന്നിലൂടെ വന്ന ഒരുവൻ അയാളുടെ തലക്ക് പുറകിൽ കമ്പി കൊണ്ട് അടിച്ചു വീഴ്ത്തി. റോഡിലേക്ക് അമിഴ്ന്ന് വീണ ആ മനുഷ്യനെ നിസ്സായ ഭാവത്തിൽ നോക്കിയിരിക്കാനേ ബസ്സിലുള്ളവർ കഴിഞ്ഞുള്ളൂ. ഹേയ്, എല്ലാവരും എന്തെങ്കിലും നോക്കിക്കുന്നേ, നമുക്ക് അയാളെ രക്ഷിക്കാം. ഏക ബസ്സിനുള്ളവരെ നോക്കി ഉറക്കെ പറഞ്ഞു. ഒന്ന് പോകച്ചേ, ആമാരെ ഏതോ ഗുണ്ടാക്കിയാങ്ങ. ഈ നാട്ടിൽ ഇതൊക്കെ പതിവ് കാഴ്ചയാ. കൊച്ചി ന്യൂസ് ഒന്നും കാണാറില്ലേ? ഒരു സ്ത്രീ അവൾ നോക്കി ചോദിച്ചു. പക്ഷെ നമ്മൾ ഒരുപാട് പേരില്ലേ, അവർ 5-6 പേരേ ഉള്ളൂ. പോലീസിന് വിളിച്ച ശേഷം നമുക്ക് എല്ലാവരും കൂടി പുറത്തേക്ക് ഇറങ്ങാം. അപ്പൊ അവർ പേടിച്ച് പൊയ്ക്കോളും. നിനക്ക് കണ്ണ് കാണാൻ പാടില്ലേ പെണ്ണേ? ഇതിനുള്ളിൽ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുണ്ട്. ബസ്സിൽ കയറി ഓരോ പാസഞ്ചറെയും നാട്ടിലെത്തിക്കേണ്ട ഞങ്ങളുടെ ഉത്തരവാദിത്ത. ഇതൊരു പ്രൈവറ്റ് ട്രാവലറാ. ബസ്സിലെ കണ്ടക്ടർ ഏകയുടെ നേരെ വിരൽ ചൂണ്ടി ആവശ്യമില്ലാതെ ദേഷ്യപ്പെടുകയാണ്. ഇവൾക്ക് അയാളോട് അത്ര കലിവ് തോന്നുന്നുണ്ടെങ്കിൽ ഇവളെങ്ങ് ഇറക്കി വിട്ടുകൊടുക്ക്. ഇവളെ പോയി രക്ഷിക്കട്ടെ, അല്ല പിന്നെ. ബസ്സിലുള്ളവർ മുഴുവൻ ഏകക്ക് നേരെ തിരിഞ്ഞു. ഏകക്കാണെങ്കിൽ ഒറ്റയ്ക്ക് താൻ എന്ത് ചെയ്യുന്നൊരു എത്തുമ്പടിയും കിട്ടിയില്ല. പെട്ടെന്നാണ് ഗുണ്ടകളിൽ ഒരുവൻ ഡ്രൈവർ ഡോറിൽ ആഞ്ഞടിച്ച് എടുത്തോട് പോടാ. അയാൾ കന്നഡിൽ ദേഷ്യപ്പെട്ടതും കിട്ടിയ അവസരത്തിൽ ഡ്രൈവർ വണ്ടി പതിയെ മുന്നോട്ടെടുത്തു. ഗുണ്ടകൾ ബസ്സിനുള്ളിലേക്ക് നോക്കി നാവ് അടിച്ചുകൊണ്ട് മുഷ്ടിയുരുട്ടി ചൂണ്ടുവിരലാട്ടിയതും ഫോൺ ക്യാമറ ഓണാക്കി വെച്ചിരുന്ന ചില പയ്യന്മാർ ഭയത്തോട് ഉൾവലിഞ്ഞു. അപ്പോഴാണ് ഏക ആ കാഴ്ച കാണുന്നത്. നിലത്തുനിന്ന് കഷ്ടപ്പെട്ട് എഴുന്നേൽക്കാൻ തുടങ്ങുന്ന ആ മനുഷ്യന് നേരെ ഒരുവൻ തോക്കും ചൂണ്ടി നടന്നു ചെല്ലുന്നു. ബസ് അവർക്കടുത്തുകൂടി പാസ് ചെയ്തു. പെട്ടെന്ന് തോന്നിയ ബുദ്ധിയിൽ മടിയിൽ നിന്ന് തന്റെ ചെറിയ ഹാൻഡ് ബാഗ് ഏക ആ ഗുണ്ടയ്ക്ക് നേരെ ഊക്കോടെ വീശിയെറിഞ്ഞു. ഗുണ്ടയുടെ കയ്യിൽ വീണ ബാഗിന്റെ ശക്തിയിൽ തോക്ക് നിലത്തേക്ക് തെറിച്ചു വീണു. എറിഞ്ഞ ശേഷമാണ് ഏകക്ക് തന്റെ ബാഗിനുള്ളിൽ എന്താണെന്ന ബോധം വന്ന്. ബാഗിനുള്ളിൽ ആളുടെ വൈദ്യനാണ്, അവന്റെ ഓർമ്മകളാണ്, അവന്റെ ചിത്രങ്ങൾ സൂക്ഷിച്ച നോട്ട്ബുക്കും ഡയറിയുമാണ്. ആദ്യമായി അവൻ അവൾക്ക് കൊടുത്ത സമ്മാനമാണ്. ആ ഫോണിന്റെ വിലയേക്കാൾ അവന്റെ ആദ്യ സമ്മാനം എന്ന മൂല്യമായിരുന്നു അവളിൽ മുന്നിട്ട് നിന്നിരുന്നത്. ബസ്സിലേക്ക് നോക്കി ഗുണ്ടകൾ ഒരേ സ്വരത്തിൽ അലറി. വണ്ടി എടുത്ത്, എനിക്ക് ആ ബാഗ് വേണം. എന്റെ ക്യാഷ്, ഫോൺ, ATM ഒക്കെ ആ ബാഗിലാ. ഏക ബസ്സിൽ കിടന്ന് ബഹളം വെച്ചു. നിവൃത്തിയില്ലാതെ ബസ്സിലുള്ളവർ ഉറപ്പായും സഹകരിക്കുമെന്നും തന്റെ ബാഗ് തനിക്ക് കിട്ടുകയും ഒപ്പം അയാളുടെ ജീവൻ രക്ഷപ്പെടുകയും ചെയ്യുമെന്ന് അവൾ കരുതി. അവളെ ഇറക്കി വിടുന്നാല് ഇല്ലെങ്കിൽ ഇവളത്തേക്ക് അവന്മാർ നമ്മുടെ പിന്നാലെ വരും. ആൾക്കാരെല്ലാം ഒരേ സ്വരത്തിൽ ഏകക്കെതിരായി. എന്നെങ്ങാനും ഇവിടെ ഒറ്റയ്ക്ക് ഇറക്കി വിട്ടാലേ നാട്ടിലെത്തിയാലൂടെ ഞാൻ എല്ലാവർക്കും ഇതിനെ കംപ്ലൈന്റ് ചെയ്യും. ആളും വിട്ടുകൊടുത്തില്ല. പിന്നെ നീ പോയി കംപ്ലൈന്റ് ചെയ്താൽ ഞങ്ങൾക്ക് എന്താ? ഞങ്ങൾക്ക് ആർക്കും നിന്നെ അറിയില്ല. നീ ബസ്സിൽ കയറിയതോ എവിടെ ഇറങ്ങിയതോ ഞങ്ങൾ ആരും കണ്ടിട്ടില്ല. ബസ്സിൽ കയറിയ ആൾക്കാരുടെ ഉത്തരവാദിത്വം ഒന്നും കൂടെ യാത്ര ചെയ്യുന്നവർ ഏറ്റെടുക്കേണ്ട കാര്യമില്ല. ഒരു സ്ത്രീ മറ്റു യാത്രക്കാരെ കൂട്ടുപിടിച്ച് ദേഷ്യത്തോടെ പറയുമ്പോൾ ഏക കണ്ടക്ടർക്ക് നേരെ തിരിഞ്ഞു. അയാൾ നിസ്സഹായ ഭാവത്തിൽ എല്ലാവരെയും നോക്കി. കണ്ടക്ടറെ, താമണി കൂടെ ചെന്ന് പെണ്ണിന് ബാഗ് വാങ്ങിക്കൊടുക്ക്. ഞങ്ങളാരും ഇതിൽ ഇടപെടില്ല. ഉത്തരവാദിത്തം ഏറ്റെടുക്കേണ്ടത് നിങ്ങളാ, ഞങ്ങളല്ല. ബസ്സിലുള്ളവർ ബഹളം വയ്ക്കാൻ തുടങ്ങി. അല്പകലെ ബസ് നിർത്തിയതും ഏക പുറത്തേക്ക് ചാടിയിറങ്ങി. ഒപ്പം കണ്ടക്ടർ. ഇത് കണ്ട ഗുണ്ടകളിൽ ഒരുവൻ അവർക്ക് നേരെ വാളുമായി നടന്നെടുക്കുന്ന കാണെ ബസ്സിലുള്ളവർ ഒരുപോലെ പതറി. പെട്ടെന്നാണ് ഏകയുടെ ബാക്ക് പാക്ക് ആരോ പുറത്തേക്ക് വലിച്ചെറിഞ്ഞ് ഒപ്പം ഡ്രൈവർ ബസ് മുന്നോട്ടെടുത്തിരുന്നു. എടോ കണ്ടക്ടറെ, ജീവമാണെങ്കിൽ ഓടി വന്ന് കയറാൻ നോക്ക്. ബസ്സുകളിൽ നിന്ന് ആരോ വിളിച്ചുപോയി. സോറി പെങ്ങളെ പറഞ്ഞ ശേഷം കണ്ടക്ടർ ബസ്സിന്റെ പിന്നാലെ ഓടി വല്ലവിധനെയും അകത്തേക്ക് കയറിപ്പറ്റി. നിലത്തിടക്കുന്ന തന്റെ ബാഗിനെയും പാഞ്ഞുപോയ ബസ്സിനെയും അവൾ മാറി മാറി നോക്കി. ശേഷം അവൾ മുന്നോട്ട് നോക്കി. 5-6 ഗുണ്ടകളുണ്ട്. എല്ലാവരുടെ കയ്യിലും ആയുധങ്ങളുമുണ്ട്. ഇതുപോലെ രാത്രി അവളുടെ മനസ്സിലേക്ക് ഓടി വന്നു. വല്ലാത്തൊരു ഭയം തന്നെ പിടികൂടുന്ന പോലെ അവൾക്ക് തോന്നി. എങ്കിലും ധൈര്യം സംഭരിച്ചുകൊണ്ട് അവൾ അവർക്കടുത്തേക്ക് മെല്ലെ നടന്നു.
ചുരിദാർ ധരിച്ച സുന്ദരിയായ ഒരു പെൺകുട്ടി പതിയെ നടന്നു വരുന്ന കണ്ടതും ഗുണ്ടകൾ ആർത്തിച്ചിരിക്കാൻ തുടങ്ങി. പക്ഷേ നിലത്ത് നിന്ന് പതിയെ എഴുന്നേറ്റ് ആടിയാടി നിന്ന ആ മനുഷ്യൻ ഈ കാഴ്ച അത്ര രസിച്ചില്ല. ആ ബാഗ് നന്നതു ഏക അവന്മാരെ നോക്കി പറഞ്ഞു. ഏകയെ കണ്ടപ്പോഴേ അവർക്കെന്തോ അവൾ ഈ നാട്ടുകാരിൽ നിന്നുള്ളത് മനസ്സിലായി. ബസ്സും കേരളത്തിലേക്ക് പോകുന്നായിരുന്നല്ലോ. ಹೌದಾ, ನೀನು ಮಲ್ಲುಗೆಳ್ಳ? ನನ್ಗೂ ಮಲಯಾಳಂ ಸ್ವಲ್ಪ ಸ್ವಲ್ಪ ಗೊತ್ತು ಗಣ್ಣ. ಇಲ್ಲಿ ಬಾಗಣ್ಣ. ಓಕೆ, ബാഗ് പാപ്പ ഹത്തിര എടുത്തോ. നിലത്തിടുന്ന ബാഗ് എടുത്ത് ഒരുവൻ കന്നഡയും മുറി മലയാളവും കലർത്തി പറഞ്ഞ് ആൾക്കടുത്തേക്ക് ഒരു വഷളം ചിരിയോടെ പതിയെ നടന്നെടുത്തു. കുട്ടി എവിടുന്ന് പോയിക്കോ, ഗോ. തന്റെ ആവശ്യതയിലും തലക്ക് പുറകിൽ അമർത്തി പിടിച്ച അയാൾ ഏകയെ നോക്കി അലറി. അപ്പോഴേക്ക് ഏകയുടെ നീട്ടിയ കയ്യിൽ ബാഗ് വെച്ചു കൊടുത്ത ശേഷം ആ കയ്യിൽ തന്നെ ഗുണ്ട പിടുത്തമിട്ടിരുന്നു. പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ. മറുകയാൾ ബാഗ് കഴുത്തിലൂടെ തൂക്കി നിലത്തിൽ നിന്ന് ഉയർന്നു കറങ്ങിയവൾ ഒരു സപ്പോർട്ടിനായി അയാളുടെ കയ്യെ തന്നെ ആശ്രയിക്കുമ്പോൾ അവൾക്കൊപ്പം അവന് നിലം തൊടാതെ കറങ്ങിയിരുന്നു. ഷോൾഡറിൽ നിന്നും കൈ തെന്നി മാറിയതിന്റെ വേദനയിൽ അവൻ അലറി വിളിച്ചതും ബാക്കിയുള്ളവന്മാർ മുന്നിൽ കണ്ട കാഴ്ചയിൽ തറഞ്ഞു നിന്നുപോയി. നിമിഷങ്ങൾ കഴിഞ്ഞതും അമ്പരപ്പിന് വിരാമിട്ടുകൊണ്ട് ഗുണ്ടകളെ ഏകയ്ക്ക് നേരെ ചീറിയെടുത്തു. ഏക ആവുന്ന പോലെയൊക്കെ അവരെ നേരിട്ടുകൊണ്ടിരുന്നു. അപ്പോഴും മുന്നിൽ കാണുന്ന കാഴ്ചയിൽ അന്തിച്ച് നിന്നുപോയി അയാൾ. ഒരു പെൺകുട്ടി ഒറ്റക്ക് ആയുധധാരികളായ ഗുണ്ടകളെ സധൈര്യം നേരിടുന്നു. അങ്കിളെ, ആ തോക്കെടുക്ക്! അവളെ അയാൾക്ക് നേരെ ഉറക്കി വിളിച്ചു പറഞ്ഞപ്പോഴാണ് നിലത്തിടുന്ന തോക്ക് അയാൾ ശ്രദ്ധിക്കുന്നത്. പിന്നോട്ടും വൈകിച്ചില്ല. തോക്ക് കയ്യിലെടുത്ത അയാൾ ഒരുവന് നേരെ വെടിതീർത്തു. എന്റെ പൊന്ന അങ്കിളെ വെടിവെക്കലേ! യുവന്മാരാരെങ്കിലും ചത്തുപോയി നമ്മളെ പോലീസ് വെക്കും. തൽക്കാലം പേടിപ്പിക്ക്. എനിക്ക് പേടിപ്പിക്കാൻ അറിയില്ല ഒച്ചേ, ചെയ്താ ശീലം. അയാളുടെ ഗൗരവം നിറഞ്ഞ സ്വരം കേട്ടതും ഏകായാളം തുറിച്ചു നോക്കി. ഞാൻ നേരത്തെ കണ്ടതാ. സുരേഷ് ഗോപി സ്റ്റേഡിൽ ചാടി ചവിട്ടുമ്പോ പുറകിലൊരു കണ്ണ് വേണം. ഇല്ലെങ്കിൽ നേരത്തെ കിറങ്ങി വീണ പോലെ പുറകിൽ നിന്ന് അടികൊണ്ട് വീഴും. അയാളോട് സംസാരിക്കുമ്പോൾ ശ്രദ്ധയൊന്ന് പാളിയ ഏകക്കടത്തേക്ക് വന്ന ഒരുവനെ ചവിട്ടി വീഴ്ത്തി അയാൾ. ഒപ്പം ഏകയെ വട്ടം പിടിച്ച് എടുത്തുയർത്തി കറക്കി പുറകിലൂടെ വന്ന ഒരുവന്റെ നേരെ തിരിഞ്ഞതും സ്വബോധം വന്ന പോലെ പെണ്ണാ വന്നവന്റെ നെഞ്ചിൽ ആഞ്ഞ് ചവിട്ടി വീഴ്ത്തിയിരുന്നു. അയാൾ അവളെ നിലത്തിർത്തിയതും ഒരു പുൻചിരിയോട് അവളെ അയാളെ തിരിഞ്ഞു നോക്കി. ആഹാ, അങ്കിൾ പൊളിയാണല്ലോ. പക്ഷെ ഇനിയോടെ നിൽക്കുന്ന ബുദ്ധിയല്ല. നിലത്ത് കിടക്കുന്നവർ വീണ്ടും എഴുന്നേൽക്കും. എലിയുമാരെ തിരക്കി ഇനിയും കൊണ്ടുകൾ വരും. അതിനുമ്പ് നമുക്ക് ഓടി രക്ഷപ്പെടാം. നീ വേണമെങ്കിൽ ഓടിക്കവച്ചേ, പക്ഷേ ഈ രുദ്രദേവർമ്മക്ക് ഓടി ശീലമില്ല. അയാളത് പറഞ്ഞിരുന്നു. ആകാശത്തൊരു മിന്നൽ പിണർ പാഞ്ഞു. അതിനു പിന്നാലെ ഭൂമിയെ തന്നെ നടക്കുമെന്ന വണ്ണം ഉച്ചത്തിലുള്ള ഒരു ഇടിമുഴക്കം അന്തരീക്ഷത്തിലാകെ മുഴങ്ങി. അങ്കിളെ, മഴ പെയ്യുന്ന തോന്നുന്നേ, നമുക്ക് ഓടി രക്ഷപ്പെടാം. വേം വാ. രുദ്രദേവന്റെ കയ്യിൽ പിടിച്ചു വലിച്ചു വേഗ അദ്ദേഹം അവളെ നോക്കി. ഒന്നും ചിന്തിക്കാതെ തനിക്ക് വേണ്ടി പോരാടിയ ധൈര്യശാലിയായി പെൺകുട്ടിയുടെ സേഫ്റ്റി കൂടി താനേ നോക്കിയേ തീരൂ. അവളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് രുദ്രദേവ് വേഗത്തിൽ കാർ ലക്ഷ്യമാക്കി നടന്നു. ഡോർ തുറന്ന് അവളെ കാറിലേക്ക് വലിച്ചേറ്റി ഡോർ അടച്ച ശേഷം അദ്ദേഹം ഡ്രൈവർ സീറ്റിലേക്ക് കയറിയിരുന്നു. നിലത്ത് കിടന്ന് പുളയുന്ന ഗുണ്ടകളെ ഒരു നിമിഷം നോക്കിയ ശേഷം രുദ്രദേവ് വർമ്മ വേഗത്തിൽ കാർ ഓടിച്ചു പോകുമ്പോൾ തന്റെ ബാഗുകൾ നെഞ്ചോട് ചേർത്ത് പിടിച്ചു. പക്ഷേ വസ്ത്രങ്ങൾ അടങ്ങിയ തന്റെ ബാക്ക് പാക്ക് നഷ്ടമായതോർത്ത് ആൾക്ക് വിഷമം തോന്നി. ഡ്രസ്സുകളാണ്, എങ്കിലും അധികമൊന്നും കാണില്ല. കൂടുതലും നാട്ടിൽ തന്നെയാണ്. ഓരോ തവണ നാട്ടിലേക്ക് വരുമ്പോഴും തന്റെ റൂമിൽ അലമാരയിൽ ബാംഗ്ലൂരിൽ നിന്ന് വാങ്ങിയ പുതിയ വസ്ത്രങ്ങളൊക്കെ സൂക്ഷിച്ചു വെക്കാറുള്ളത് ഓർത്തു വേഗം. യൂണിഫോം തന്നെ കുറേ അധികം ജോഡികളുണ്ട്. അങ്കിളെ, ഇത് നിങ്ങളുടെ കാറാണോ? അതിന് മറുപടി നൽകാതെ രുദ്രദേവ് മറുചോദ്യം ചോദിച്ചു. കുട്ടി, നിന്റെ പേരെന്താ? ഏക. നിങ്ങൾ ഇനി വല്ല ഗുണ്ടാ നേതാവാണോ? അല്ല, നിങ്ങളെ കൊല്ലാനാവന്മാർക്കാരെങ്കിലും കൊട്ടേഷൻ കൊടുത്ത മറ്റാണോ? കണ്ടിട്ട് കവർച്ചയ്ക്ക് വന്നാണെന്ന് തോന്നില്ല. ഏക പറഞ്ഞു. രുദ്രദേവ് അവളെ നോക്കി. എന്തിനാ നീ എന്നെ രക്ഷിച്ചത്? അറിയില്ല, എനിക്ക് അപ്പം ഇങ്ങനെ ചെയ്യാൻ തോന്നി. എനിക്ക് ഈ ബാഗിൽ വിലപ്പെട്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് നഷ്ടപ്പെടാൻ തോന്നിയ നിമിഷം ബസ്സിൽ നിന്ന് ഇറങ്ങാൻ എനിക്ക് വേറെ നിവൃത്തിയില്ലായിരുന്നു. ബസ്സിലുള്ളവർ ചതിക്കുന്ന കരുതിയില്ല ഞാൻ. അങ്ങളുടെ പേരെന്താ പറഞ്ഞ്? ഇടിവെട്ടിക്കാരനെ ഞാൻ ശരിക്കും കേട്ടില്ല. രുദ്രദേവ്. അവരെന്തിനാ അങ്കിളിനെ ആക്രമിച്ച്? അറിയോ അങ്കിളിന്? ബിസിനസ് മേഖലയിൽ എനിക്ക് ഒത്തിരി ശത്രുക്കളുണ്ട്. പക്ഷേ ഇന്ന് ഈ ആക്രമണം ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. ഫ്ലാറ്റിൽ നിന്ന് ഒരു 20 മിനിറ്റ് യാത്രയുള്ള എയർപോർട്ടിലേക്ക്. അതുകൊണ്ട് ആ ഗാർഡ്സിനെ കൂടെ കൂട്ടാന്ന്. പക്ഷേ കാറി കയറിയത് ഞാനൊന്ന് മയങ്ങിപ്പോയി. ആ ഡ്രൈവർ ചതിച്ചതാ. വീട്ടില്ല ഞാൻ ഒരുത്തിനെയും. ഓ, സ്വന്തമായിട്ട് ഗാർഡ്സിനെ കൊണ്ട് നടക്കുന്ന ആളാണല്ലേ? അപ്പോൾ വലിയ പുള്ളിയാണല്ലോ അങ്കിള്. അയ്യോ, ഇനി അങ്കിളെന്ന് വിളിക്കാമോ? സോറി, ഞാൻ സാറെന്ന് വിളിക്കണോ? ഏയ്, വേണ്ട മോളെ. നീ ഇല്ലായിരുന്നെങ്കിൽ ഒരുപക്ഷേ ഞാൻ ഈ നേരം ജീവനോടെ കാണില്ലായിരുന്നു. എൻ്റെ ഈ അവസ്ഥ നോക്കിക്കൊണ്ട് കടന്നുപോയ ഒത്തിരി വണ്ടികളിൽ ഞാൻ കണ്ടിരുന്നു. എനിക്കാരുടെയും ദയ ആവശ്യമില്ല, പക്ഷെ ചങ്കൂറ്റം, അത്തരത്തിലൊരു നോട്ടം പോലും ആരിലും ഞാൻ കണ്ടില്ല.
ഒരു പെൺകുട്ടിയായിരുന്നിട്ട് കൂടി നീ അതിന് മുതിർന്നു. പറഞ്ഞു നിർത്തിയ ശേഷം ആൾ നെഞ്ചോട് അടക്കി പിടിച്ചിരിക്കുന്ന ബാഗിലേക്ക് അദ്ദേഹം ഒന്ന് നോക്കി. നീ പറഞ്ഞില്ലേ ബാഗിനുള്ളിൽ നിനക്ക് വിലപ്പെട്ട എന്തോ ഉണ്ടായിരുന്നു എന്ന്. ഒന്നുകിൽ വില കൂടിയ മൊബൈൽ, കൂടിപ്പോയ പണം. അതിനപ്പുറം ഇക്കാലത്ത് ഒരാൾക്ക് എന്താണ് വിലപ്പെട്ടുള്ളത്? സ്വന്തം ജീവൻ നഷ്ടപ്പെടുത്തി എന്തായാലും ആരും ഫോണിനും പണത്തിനും വേണ്ടി അവിടെ ചാടിയിറങ്ങില്ല. അപ്പം നിന്റെ ഈ ബാഗിൽ അതിനേക്കാൾ വിലപ്പെട്ട എന്തോ ഒന്നുണ്ട് അല്ലേ? അതെങ്കിൽ അങ്കിൾ പറയും ശരിയാണ്. പണത്തേക്കാളൊക്കെ വിലപ്പെട്ട ഒന്നുണ്ട് ഇതിനുള്ളിൽ. നമ്മുടെ ഉയരെന്നൊക്കെ പറയും പോലെ അത്രമേൽ പ്രിയപ്പെട്ട ഒന്നും ഒരിടത്തും നഷ്ടപ്പെടുത്താൻ കഴിയാതെ എവിടെ പോയാലും ഞാൻ പൊതിഞ്ഞു പിടിച്ചുകൊണ്ട് നടക്കുന്ന എൻ്റെ ഉയിര്. അത് പോട്ടെ, അങ്ങനെ എവിടേക്കാണ് പോകുന്നത്? എനിക്ക് എറണാകുളത്തേക്കാണ് പോവേണ്ടത്. കുട്ടിക്കോ? ട്രിവാൻഡ്രം. എന്നെ ബസ് കിട്ടുന്ന എവിടെയെങ്കിലും ഇറക്കി വിട്ടോളൂ അങ്കിൾ, ഞാൻ പൊക്കോളാം. എന്താ എൻ്റെ ഒപ്പം നാട്ടിലേക്ക് വരാൻ ബുദ്ധിമുട്ടുണ്ടോ? ഏയ് അതുകൊണ്ടല്ല, അങ്കിളിന് ബുദ്ധിമുട്ടാവുന്ന ഓർത്താ. ഒരു കാര്യം ചെയ്യും അങ്കിൾ, വേണ്ടപ്പെട്ടവരാരെങ്കിലും വിളിച്ചറിയിച്ചിട്ട് ഒരു ഹോട്ടലിലോ മറ്റോ തങ്ങിക്കൂടെ? ഇത്രയും ദൂരം ഡ്രൈവ് ചെയ്യുന്ന ബുദ്ധിമുട്ടാവില്ലേ? ആ, വേണ്ടപ്പെട്ടവർ നാട്ടിലെത്തിയിട്ട് ഈ പറയുന്ന വേണ്ടപ്പെട്ടവർക്കിടയിൽ ഒരു ശുദ്ധീകരണം ചെയ്യാനിരിക്കുവാൻ ഞാൻ. ഇക്കാലത്ത് ആരെയും വിശ്വസിക്കാൻ പാടില്ലെന്ന് എനിക്ക് ഇന്നാ മനസ്സിലായത്. ഏറെ നേരത്തെ മൗനത്തിന് ശേഷം രുദ്രദേവ് ഏകെ നോക്കി ചോദിച്ചു. കുട്ടി മാർഷ്യൽ ആർട്സ് വല്ലതും പഠിച്ചിട്ടുണ്ടോ? ആ, ചെറുതായിട്ട് കളരി. ആ, ഇവിടെ വർക്ക് ചെയ്യാവല്ലേ? അതെ, ഒരു പ്രൈവറ്റ് സെക്യൂരിറ്റി ഏജൻസിയിൽ സെക്യൂരിറ്റി ഓഫീസറായിട്ട് വർക്ക് ചെയ്യായിരുന്നു. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പേ റിസൈൻ ചെയ്തു. റിസൈൻ ചെയ്തോ? എന്തുപറ്റി? പ്രത്യേകിച്ച് എന്തെങ്കിലും കാരണമുണ്ടോ? അത് ഇല്ല, വീട്ടിൽ അച്ഛന് തീരെ വയ്യ, ട്രീറ്റ്മെൻറ്റ് നോക്കണം. അതിന് നാട്ടിലേക്ക് പോകുന്ന വഴിയാണ്. നാട്ടിൽ ചെന്നിട്ട് വേണം പുതിയ ജോലി ചെയ്യണം. അച്ഛനൊപ്പം നിൽക്കാനെൻ്റെ തീരുമാനം. പരസ്പരം ഓരോ സംസാരിച്ചിരിക്കെ പെട്ടെന്ന് രുദ്രദേവ് ബ്രേക്ക് ഇട്ട് വണ്ടി നിർത്തി. എന്തു പറ്റിയെങ്കിലും? ഐ ഫീൽ ലൈക്ക് ഐ ആം ബാക്കിംഗ് ഔട്ട്. എനിക്ക് ഡ്രൈവ് ചെയ്യാൻ സാധിക്കുന്നില്ല. അയ്യോ, ശരിയാണല്ലോ. അങ്ങളുടെ തലയിൽ അടിയുണ്ടല്ലേ, നമുക്ക് ഹോസ്പിറ്റൽ പോയാലോ? നോ, വേണ്ട. എത്രയും പെട്ടെന്ന് എറണാകുളത്ത് എത്തണം. ഐ ഡോണ്ട് ട്രസ്റ്റ് എനിവൺ. മോൾക്ക് ഡ്രൈവിംഗ് അറിയോ? ആ, അറിയാം. പക്ഷെ ഇത്രയും വില കൂടിയ വലിയ കാറൊന്നും ഞാൻ ഓടിച്ചിട്ടില്ല. സ്കൂട്ടി പഠിച്ചപ്പോൾ ഒരു ആവേശത്തിന് പഠിച്ച കാർ ഡ്രൈവിങ്. ലൈസൻസ് കിട്ടിയപ്പോൾ കളരിയാശാൻ്റെ ആൾട്ടക്കാരിലെ കൈ തെളിഞ്ഞ്. ഇത് ഓട്ടോമാറ്റിക്കാ, ഒന്നും നോക്കേണ്ട, പതിയെ പോയാൽ മതി. എനിക്ക് ഡ്രൈവ് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. പെട്ടെന്നാണ് ഏകയുടെ കയ്യിൽ നിന്ന് ബാഗിനുള്ളിൽ നിന്നും ആളുടെ ഫോൺ റിങ് ചെയ്ത്. ഫോൺ കയ്യിലെടുത്ത് നോക്കിയതും ശരീരത്തിലൂടെ ഒരു മിന്നൽ പിണർ പാഞ്ഞു പോയ പോലെ തോന്നി ഏകക്ക്. ക്രഷ് എന്ന് ഇംഗ്ലീഷിൽ സേവ് ചെയ്ത നമ്പറിൽ നിന്ന് വരുന്ന കോൾ കാണാൻ അതാരാണെന്ന് അവൾക്ക് മനസ്സിലായി കഴിഞ്ഞിരുന്നു. സ്വന്തം നമ്പർ ക്രഷ് എന്ന പേരിൽ സേവ് ചെയ്ത് വൈര്യം തന്നെയാണ്. ചുണ്ടിലൊരു ചിരി മിന്നിയെങ്കിലും സാഹചര്യം ഇതായതുകൊണ്ട് അവൾ ഫോൺ അറ്റൻഡ് ചെയ്തില്ല. അടുത്ത നിമിഷം രുദ്രദേവ് വർമ്മയുടെ ഫോൺ ശബ്ദിച്ചു തുടങ്ങി. വൈര്യം തന്നെയാണ്. അദ്ദേഹം അവന്റെ കോൾ അറ്റൻഡ് ചെയ്തില്ല. ഇപ്പൊ കാര്യങ്ങൾ അറിയിച്ചാൽ എല്ലാവരും പരിഭ്രാന്തരാവും. ഈ രാത്രിയിൽ അത് കൂടുതൽ കോംപ്ലിക്കേഷൻസിന് ഇടയാക്കും. ഇരുവരും സീറ്റ് മാറിയിരുന്നു. ഏക ഡ്രൈവിംഗ് സീറ്റിലിരുന്ന് സീറ്റ് അഡ്ജസ്റ്റ് ചെയ്ത ശേഷം സീറ്റ് ബെൽറ്റ് ഇടുമ്പോൾ ഗിയർ ഷിഫ്റ്റിംഗ് അവൾക്ക് പറഞ്ഞു കൊടുത്ത ശേഷം സീറ്റിലേക്ക് ചാഞ്ഞിരുന്ന രുദ്രദേവ് ആദ്യമൊക്കെ ശ്രദ്ധയോടെ വളരെ പതിയെ ഡ്രൈവ് ചെയ്തു. ഏക പോകെ പോകെ അവൾ അല്പം സ്പീഡ് കൂട്ടി തന്നെ കാർ ഡ്രൈവ് ചെയ്തു. തന്നെ വിശ്വസിച്ച് സീറ്റിൽ ചാരിക്കിടന്നുറങ്ങുന്ന രുദ്രദേവിനെ അവളൊന്ന് പാളി നോക്കി. ഈ മുഖം കാണുമ്പോൾ ആരൊക്കെ ഓർമ്മ വരുന്നതായി അവൾക്ക് തോന്നി. വെളുത്തുയരമുള്ള അതിനൊത്ത ശരീരമുള്ള ഒരു മനുഷ്യൻ. മുഖത്ത് വല്ലാത്തൊരു തരം ഐശ്വര്യമാണ്. പാന്റും ഷർട്ടുമാണ് വേഷം. അദ്ദേഹത്തിന്റെ മുഖത്തുനിന്ന് കണ്ണെടുത്തവൾ സ്വന്തം ഫോണിൽ കണക്ട് ചെയ്ത മാപ്പിലേക്ക് നോക്കി വീണ്ടും ഡ്രൈവിംഗിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു. എറണാകുളത്തേക്ക് 13 മണിക്കൂറോളം സമയം കാണിക്കുന്നത് തന്റെ ഡ്രൈവിംഗ് മികവ് കാരണമാണെന്ന് അവൾക്ക് തോന്നി. നേരം പുലരുമ്പോൾ കാർ ഡ്രൈവ് ചെയ്ത രുദ്രദേവ് ഓർമ്മയായിരുന്നു. ഒരു റെസ്റ്റോറന്റ് മുമ്പിലായി രുദ്രദേവ് കാർ നിർത്തി. നിനക്ക് വിശക്കുന്നില്ലേ കുട്ടി? ഇറങ്ങ്, എന്തെങ്കിലും കഴിച്ചിട്ട് പോവാ. അനുസരണയോടെ ആൾ രുദ്രദേവിനൊപ്പം ചെന്നു. അങ്കിൾ ഓക്കെയാണോ? വീട് വരെ ഞാൻ വരേണ്ട കാര്യമുണ്ടോ? എനിക്ക് ട്രിവാൻഡ്രമാണ് പോവേണ്ടത്. അങ്കിൾ ഒറ്റയ്ക്ക് പോയെങ്കിൽ ഞാൻ ഇവിടുന്ന് ഒരു ബസ്സിന് പോയിക്കോളാം. അതോ ഞാൻ കൊണ്ടാക്കണോ? ഭക്ഷണം കഴിച്ച് കാറിനടുത്തേക്ക് വന്ന ഏക രുദ്രദേവിനെ നോക്കി പറഞ്ഞു. എന്നെ കൊണ്ടാക്കാൻ മാത്രമൊക്കെ നീ വളർന്നോ? ഉച്ചത്തിൽ ചിരിക്കുന്ന രുദ്രദേവിനെ കണ്ടതും ആളൊന്ന് പുഞ്ചിരിച്ചു. ഓ പിന്നെന്താ, അങ്കിളുടെ മാത്രമല്ല നിങ്ങളുടെ ഫുൾ ഫാമിലി വേണേലും ഞാൻ പ്രൊട്ടക്റ്റ് ചെയ്യും. ഞാൻ പറഞ്ഞതേ വീണ്ടും തലർക്കോ മറ്റോ വന്ന ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്ന ബുദ്ധിമുട്ടാവുന്ന ഓർത്താ. ആളൊരു ചിരിയോടെ ആൾ എന്താണ് ഉദ്ദേശിച്ചതെന്ന് പറഞ്ഞു മനസ്സിലാക്കി. ഏകാത് ഉദ്ദേശിച്ച് തന്നെയാണ് ചോദിച്ചതെന്ന് അദ്ദേഹത്തിന് അറിയാം. ഞാൻ ഓക്കെയാ. ഈ രുദ്രദേവ് അത്ര പെട്ടെന്നൊന്നും തളരുന്ന കൂട്ടത്തിലല്ല. ഒരു കാര്യം ചെയ്യാം, കുട്ടിയെ വീട്ടിലാക്കിയിട്ട് ഞാൻ തിരികെ പോയിക്കോളാം. എൻ്റെ ഗാർഡ്സിനോട് ഞാൻ ട്രിവാൻഡ്രം വരാൻ പറഞ്ഞിട്ടുണ്ട്. അത് വേണ്ടെങ്കിൽ അത്രയും ദൂരം അങ്ങൾ വീണ്ടും യാത്രയുണ്ട്. അങ്ങളുടെ ഹെൽത്ത് ഓക്കെ അല്ല, ഞാൻ തനിയെ പോയിക്കോളാം.
മതി, ഇനി സംസാരം വേണ്ട. എനിക്ക് ഒരു കാര്യം പലതവണ പറഞ്ഞ് ശീലമില്ല. നിന്നെ സേഫായി വീട്ടിലെത്തിച്ച ശേഷം മാത്രമേ ഞാൻ മടങ്ങിപ്പോവുകയുള്ളൂ. ഉറപ്പോടെയുള്ള അയാളുടെ വാക്കുകൾക്ക് മുമ്പിൽ മറുത്തു പറയാൻ അവൾക്ക് കഴിഞ്ഞില്ല. ഉച്ച കഴിഞ്ഞിരുന്നു അവർ ട്രിവാൻഡ്രത്തെത്തിയപ്പോൾ. അപ്പോഴേയും കുറെ ഗാർഡ്സ് വഴിയിൽ കാത്തുനിൽപ്പുണ്ടായിരുന്നു. ഒരാൾ ഡ്രൈവർ സീറ്റിൽ കയറിയതും രുദ്രദേവ് പുറകിലെ സീറ്റിലേക്ക് ഇറങ്ങിയിരുന്നു. മുന്നിലെ കോ ഡ്രൈവർ സീറ്റിലിരിക്കുന്ന ഏകയെ നോക്കി ഒരു ഫോൺ നമ്പർ പറഞ്ഞ രുദ്രദേവ്, ഇതെന്റെ നമ്പരാ. കുട്ടി ഇനി ജോലി തേടിയാലേണ്ട. വീട്ടിലെത്തിയ ശേഷം സൗകര്യം പോലെ എന്നെ വിളിക്കാം. പിന്നെ ഞാൻ ഉറങ്ങിപ്പോയാ നിന്റെ വീടെത്തും എന്നെ വിളിച്ചുണർത്തണം. പറഞ്ഞ ശേഷം കണ്ണുകളച്ച സീറ്റിലേക്ക് ചാരിയിരുന്ന രുദ്രദേവ് വർമ്മ ഏക തന്റെ ഫോണിൽ അദ്ദേഹത്തെ നമ്പർ സേവ് ചെയ്തു. പക്ഷെ വല്ലാത്ത നിരാശയായിരുന്നു അവൾക്ക്. തന്റെ അച്ഛന്റെ ആരോഗ്യസ്ഥിതി വെച്ച് നോക്കുമ്പോൾ എറണാകുളത്ത് പോയി ജോലി ചെയ്യാൻ തനിക്ക് സാധിക്കില്ലെന്ന് അവൾക്കറിയാം. ഇനിയുള്ള ദിവസങ്ങളിൽ അച്ഛനൊപ്പം കഴിയണം. ദിവസം വീട്ടിൽ പോയി വരും വിധത്തിൽ എന്തെങ്കിലും ജോലി അന്വേഷിക്കണമെന്ന് മനസ്സിലുറപ്പിച്ചു അവൾ. വീടിനടുത്തുള്ള ജംഗ്ഷൻ എത്തിയതും അവൾ വണ്ടി നിർത്താൻ ആവശ്യപ്പെട്ടു. തിരിഞ്ഞു നോക്കിയതും സമാധാനത്തോടെ ഉറങ്ങുന്ന രുദ്രദേവിനെ കാണെ അവൾക്ക് അയാൾ വിളിച്ചു നിർത്താൻ തോന്നിയില്ല. ഡോർ തുറന്ന് അവൾ പുറത്തേക്ക് ഇറങ്ങിയതും ഗാർഡ് വണ്ടി എടുത്തിരുന്നു. ആ കാറിന് പുറകെ ബോഡി ഗാർഡ് സഞ്ചരിച്ചിരുന്ന കാർ കൂടി കടന്നുപോയി നോക്കിയ ശേഷം അവൾ സമാധാനത്തോടെ വീട്ടിലേക്ക് നടന്നു. പക്ഷേ തുടരും. ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.